എന്തോന്നടാ ഏത് നേരം ഈ മൊബൈലിൽ തന്നെ? അല്ലളിയാ, 29 വയസ്സുള്ള പെണ്ണുമ്പിള്ള 17കാരനെ പീഡിപ്പിച്ചെന്ന്. അവൻ്റെയൊക്കെ ഒരു സമയം. നമുക്കൊക്കെ പോയി ചത്തൂടെ അളിയാ. ഒന്നുമില്ലേടേ. മൊത്തം കയറ്റി നീയല്ലേ? നീ എവിടെ പോണ്? അളിയാതെ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി? വല്ല നടക്കോ? കണ്ടടാ, അവിടെ നിന്ന് വിളിക്കാന്നാണ് പറഞ്ഞത്. ആഹാ, ഇവിടെ ഇങ്ങനൊരു കലാപരിപാടി നടക്കുകയായിരുന്ന കൊള്ളാല്ല. ഇത് ഞാൻ കലക്കും. ദൈവമേ, ഇപ്പോഴും നിർത്തല്ലേ. ഇവൻ ഇതുവരെ ഒഴിച്ചു തീർന്നില്ലേ? പോയിട്ട് കുറെ നേരം ആയില്ലേ? അച്ചു, എന്തോ ഉണ്ടല്ലേ, പോയി നോക്കാം. എന്താടാ അവിടെ എന്തോ സംഭവം? എന്താണ് പരിപാടി? ആടി നീ നശിപ്പിച്ച്. എന്താണ് അവിടെ രണ്ടും കൂടെ കാണിക്കുന്നത്? ചേട്ടാ, ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നു. സംസാരിക്കാനുള്ള കണ്ടില്ല. ചേട്ടാ സംസാരിച്ചായിരുന്നേ. നിങ്ങൾ ദേഹത്തോടിക്കേണ്ട ആവശ്യം എന്തോ? ദേഹത്തോടിക്കേണ്ട ആവശ്യം എന്തോ? എന്തോ ചേട്ടാ, ചുമ്മാ ആവശ്യം മിണ്ടായിരുന്നു. നീ എവിടെ ഉള്ള? നീ എവിടെ ഉള്ള? ഇവിടെ അടുത്തുള്ള ചേട്ടാ. നീ എന്തുണ്ടാക്കാനാണ് അവിടെ വന്നേ? ചേട്ടാ, ഞാൻ സ്ഥലം കാണാം. ചേട്ടാ, ചേട്ടൻ എനിക്കറിയാം. ബാബു ചേട്ടന്റെ മോനല്ലേ ചേട്ടൻ. ചുമ്മാ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കരുത് ചേട്ടാ. എന്താടാ ചേട്ടൻ എന്തിനാ വീഡിയോ എടുക്കുന്നത്? അത് മാറ്റ്. ചേട്ടാ, കാല് പിടിക്കാൻ ഞാൻ ചേട്ടന്റെ ഒരു പ്രൈവസിക്ക് വേണ്ടി വന്നു പോയത്. അവരുടെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്തിനാ കാല് പിടിക്കാനൊക്കെ പോന്നെ? അത്രയ്ക്ക് തെറ്റൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ. തെറ്റാണോ ശരിയാണോ ഈ വീഡിയോ റിലീസ് ആകുമ്പോൾ മോനും മോക്കും മനസ്സിലാവും. താൻ വീഡിയോ എടുത്ത് മാറ്റം. താൻ വീഡിയോ എടുക്കുന്നതിനാ എവിടെ കണ്ടാലറിയാം ആള് കുഴപ്പക്കാരിയാണെന്ന്. ചേട്ടാ, വെറുതെ അനാവശ്യം പറയരുത്. ഞാൻ ആ തരത്തിലുള്ള പെണ്ണൊന്നുമല്ല. നീ എങ്ങനത്തുള്ളതാണെന്ന് ഇവിടെ സർട്ടിഫിക്കറ്റ് ഇവിടെ തരണ്ട. ഇവിടെ സ്ഥിരം വരാറുണ്ടാടെ. ചേട്ടാ, ഞങ്ങൾ വരാതിരിക്കുക എന്തോ ചേട്ടൻ. നിങ്ങൾ ചുമ്മാ സാധാരണ ചമയല്ലേ? ചേട്ടാ, കാല് പിടിക്കുക. ഒന്നും ചെയ്യല്ലേ, ഞങ്ങൾ പോയിക്കോളാം. ചേട്ടാ, ഒന്നും ചെയ്യല്ലേ പ്ലീസ്. നീ ആര് വിളിച്ചാലും കൂടെ പോടി. എന്ത് ദേഹത്തിലടി നീ എന്റെ കൂടെ വന്നു? വരണ്ടാന്ന് പറഞ്ഞു ചേട്ടാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞങ്ങൾ പോയിക്കോളാം. ഇവിടെ കണ്ടാലറിയാം പോക്ക് കേസാണ്. നിങ്ങളുടെ സ്ഥലമൊന്നും ചുമ്മാ തോന്നിച്ച പറയല്ലേ. ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് നിനക്ക് എന്താണ് ആവശ്യം കാണിക്കാം. ചോദിച്ചാ കുറ്റം. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ചേട്ടാ. ഞങ്ങൾ പോയിക്കോട്ടെ. മേല രണ്ടിനെ അവിടെ കണ്ടുപോലും കേട്ടാ. ചേട്ടാ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണേ. അതെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചല്ലോ. മോനും മോളും ചെല്ല്. ചെറിയാതെ ഈ മോനെ വിളിച്ചോട്ട് പോ. എന്തോന്നടേ ഇത്? കൊറോണ കുറ്റിയും പറഞ്ഞോണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനായിട്ടങ്ങ്. എവളോ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലേ? ഇവിടെ നൊപ്പിച്ചല്ലേ ഈ മുതലിനേക്കാ. പോടാ, പോക്ക് കണ്ടില്ലേ? കല്യാണത്തിന് വലം വയ്ക്കും പോലെ കുണുങ്ങി. ആ വീഡിയോ അങ്ങ് ഡിലീറ്റ് ചെയ്യും. അളിയത് ഗ്രൂപ്പിൽ അപ്ലോഡായി. ആയാ ആവട്ടളിയാ. 10 പേര് കണ്ടാലേ അവളൊക്കെ പഠിക്കുള്ളൂ. എന്നോട് ഗ്രൂപ്പിൽ ആഡ് ചെയ്തേക്ക്. വീഡിയോ നോക്കട്ടെ. എൻ്റെ അമ്മോ, എന്നാ സാധനോ! ഇവനൊക്കെ അടിപൊളി സാധനത്തിന് എവിടെ നിന്ന് കിട്ടുന്നു? നമുക്കൊക്കെ എന്ന് ഈ മൊബൈൽ നോട്ടം തന്നെ പറഞ്ഞിരിക്കുന്നു. ഓ, ഈ സദാചാരക്കാരെ കൊണ്ട് തോറ്റല്ലേ? നിനക്കൊക്കെ പൊട്ടും പൊടിയില്ലാത്ത പെണ്ണാണെങ്കിൽ ഇങ്ങനെയുള്ളവന്മാർ വേണം. സ്കൂളിലും പഠിക്കാൻ പോകാതെ കണ്ട പാർക്കിലും ബീച്ചിലും കറങ്ങി നടന്നിട്ട് ഇങ്ങനെയുള്ളവന്മാരുള്ളതുകൊണ്ട് കൊള്ളാം. ഇത് നമ്മുടെ രാജേന്ദ്രന്റെ മോളല്ലേ? അതെ. ഈ കൊച്ചു ഇത്രയ്ക്ക് മോശമായിരുന്നു.
തെറ്റും ചെയ്തില്ല അമ്മ. ചെയ്യാനിട്ടാണോടി എനിക്കിപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വന്നത്. ആയിക്കോട്ടെ പെണ്ണിന് ഇനി പറയാനായിട്ട് ഒന്നുമില്ല. അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നത് അമ്മേ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ അന്നേ അളിയനോട് പറഞ്ഞ പിടിച്ച് കെട്ടിച്ചു വിടാൻ കേൾക്കൂല. സ്വന്തം മകളുടെ വൃത്തികെട്ട വീഡിയോ കണ്ട് ചങ്ക് തകർന്ന ഒരാൾ പുറത്തിരിപ്പുണ്ട്, നിന്റെ അച്ഛൻ. അച്ഛന്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മക്കളെ ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ് മക്കളെ ചെയ്തത്. ഒന്ന് വിശ്വസിക്ക അച്ഛാ. മാറിപ്പോ എന്റെ അടുത്ത് നിന്ന്, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. നിന്റെ കൂടെ ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. എന്നെ ആരും വിശ്വസിക്കുന്നില്ല. ഇനി നമ്മൾ എങ്ങനെയാ ജീവിക്കുക? നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ വെറുതെ ആയിരുന്നു. ഒന്നുകിൽ ഇനി ഞാൻ എന്താ ചെയ്യാ? മോളെ എന്തിനു ചെയ്താ എന്റെ കൊച്ചിനെ കൊണ്ടുപോയി കൊന്നില്ലടാ നായിന്റെ മോനെ. എന്റെ കൊച്ചിന്റെ ശവം കാണാനാണോ നീ വന്നത്? എഴുന്നേറ്റ് പോടാ പട്ടി. അയ്യോ എനിക്ക് വയ്യ, എനിക്ക് ആരുമില്ലേ. ഞങ്ങളെ കൂടി കൊന്നിട്ട് പോണ കൊച്ച്. എനിക്കത് സഹിക്കാൻ വയ്യ. സഹിക്കാൻ വയ്യ.
നിറയും മിഴിയിൽ ഹിമകണമോടെ ഇടരും മനസ്സിൻ ഈണം പോലെ. വലിയൽപ്പം കൂടുന്നുണ്ട് കേട്ടോ. ആകെ ദുഷിൽ ഇത് മാത്രല്ലേ ഉള്ളൂ, അത് വല്ലപ്പോഴും. അതിനിപ്പോ എന്തുവാ അങ്ങനെ ഇപ്പൊ വലിക്കണ്ട. കൈയെല്ലാം പൊള്ളുവേ. പറഞ്ഞു ഞാൻ കൈയെല്ലാം പൊള്ളുവെന്ന്. ആവശ്യമില്ല, പറഞ്ഞല്ലേ അവണിന്റെ അടുത്ത്. ഡാളിയ, നിന്നെ ഇപ്പൊ ക്ലബിലോടൊന്നും കാണാനില്ലല്ലോ. എന്തിനാടാ വരുന്ന ഓരോരുത്തന്മാരുടെ കുത്തുവാക്കുകൾ കേൾക്കാനായി? വിട്ടുകളയാളിയാ, നിന്റെ അത്ര ധൈര്യം പോലും ആ പെൺകുട്ടിക്കില്ലാതെ പോയി. പണത്തിന്റെ ബലത്തിലാണെങ്കിൽ അമ്മമാരിപ്പോ പുറത്തിറങ്ങി നടക്കുകയും ചെയ്യണം. അതൊന്നും എനിക്കറിയില്ലടാ. ദൈവം എന്നൊരാളുണ്ടെങ്കിൽ എനിക്കൊരു അവസരം നേടിത്തരും. പിന്നെ മരിച്ചുപോയ എൻ്റെ ആവണി, അവളുടെ ആത്മാവ് എൻ്റെ കൂടെ കാണൂടാ. അത് മാത്രം മതിയടാ എനിക്ക്. ഹലോ ഡാളിയ, മറ്റേ ശരത്തും ടീമും കൂടെ ഒരു പെണ്ണ് ശരിയുണ്ട് കുന്നിൻ്റെ അടുത്ത് വീട്ടിൽ വന്നിട്ടുണ്ട്. പെട്ടെന്ന് പറ്റുമെങ്കിൽ പെട്ടെന്ന് വാ. ഓക്കെ ഓക്കെ. കുലക്കുഴൽ വിളി കേട്ടോ പിന്നെ നമ്മൾ ആദ്യം ചെയ്യണ ഇതൊക്കെ. എന്തൊരു ചൊറിച്ചിൽ, ചാന്ത് പൊട്ടും ചങ്ങേലസും. അമ്പോ, വീണ്ടും കടിയാണല്ല. പെട്ടെന്ന് പെട്ടെന്ന് എപ്പോഴാണ് കാണിക്കലടാ, ഞാനിപ്പോ വരാം. എന്നാ പെട്ടെന്ന് വാ. വണ്ട് അയ്യോ, ഓ ഇതെങ്ങനെ? ഹലോ ഹലോ, ദാ ഇത് ഞാനാടാ. ദാ വാട്സാപ്പിൽ ഒരു വീഡിയോ എനിക്ക് വന്നടാ വീഡിയോ. ആരാന്നാ ഒന്നും അറിയാൻ വേണ്ട. തക്കടയോട് ചെല്ലാനാടാ നമുക്ക് ഇത്രയും പെട്ടെന്ന് അവിടെ ചെല്ലണോടാ. പോണം, എന്തായാലും പോണം. ഇതെങ്ങാനും വെളിയറിഞ്ഞാ ചത്ത് കളഞ്ഞാ മതി. നമുക്ക് രാഷിനെ കൂടെ വിളിക്കാം. അവനെ വിളിച്ച് കിട്ടുന്നില്ല ആളിയാ. വിളിച്ചാ നീ വിളിച്ചാ ഒന്നുകൂടെ വിളിക്കാം ഞാൻ. ശരിയടാ.
കിതയ്ക്കാതിരിടാ. ഫോൺ കണ്ടല്ലോ, നീയൊക്കെ ഏവനെങ്കിലും എന്റെ പെരത്തൊന്ന് തൊട്ടാ നിന്റെയൊക്കെ വീഡിയോ അങ്ങ് വൈറലാവും. ഡാടാ അബദ്ധമൊന്നും കാണിക്കരുത്, പറഞ്ഞെടുക്കാനുള്ള കാര്യമുള്ളൂ. എന്തോ പറഞ്ഞു തീർക്കാണ്ട. നിനക്കൊന്നും എന്നെ ഓർമ്മ കാണൂലല്ലേ, ആവണി ഓർമ്മ കാണുമല്ലോ അല്ലേ? ഓ നീയായിരുന്ന? നീ പകരം ചോദിക്കാൻ വന്നതാണ്. ആണെന്ന് വെച്ചോടാ. വെറുതെ ആവശ്യമില്ല പണിക്കലും പണി കിട്ടും കേട്ടാ. അതിന് നിന്നെ കൊണ്ട് നീ എന്തുണ്ടാക്കാനടാ? നിന്റെയൊക്കെ ജീവിതം ഉണ്ടല്ലോ അതെന്റെ കൈക്കുള്ളിലാടാ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയ വിട്ടുകളാടാ. അന്ന് ഞങ്ങൾക്ക് പറ്റിയത് ഒരു അബദ്ധമായിരുന്നടാ. നിന്റെയൊക്കെ കാല് പിടിച്ചില്ലേ ഞാൻ? എന്നിട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ നീയൊക്കെ ശ്രമിച്ചാടാ. ടാടാ മോനെ, അന്ന് മദ്യത്തിന്റെ പുറത്ത് അങ്ങനെ സംഭവിച്ചു പോയി, ക്ഷമിക്കടാ പ്ലീസ്. അന്ന് ഞങ്ങളുടെ മുമ്പിൽ കിടന്ന് സദാചാരം ചമഞ്ഞലടാ നീയൊക്കെ. നിന്റെയൊക്കെ സദാചാരം നാട്ടുകാരൊന്ന് കാണട്ടെ. ഞാൻ അനുഭവിച്ച വേദന അത് നീയൊക്കെ അനുഭവിക്കണം. പ്ലീസ് ആ വീഡിയോ നീ അപ്ലോഡ് ചെയ്യരുത്. ഞങ്ങളുടെ ജീവിതം നീ തകർക്കരുത്. സ്വന്തം കാര്യം വന്നപ്പോ ജീവിതത്തെ കുറിച്ചൊക്കെ ഒരു പേടിയുണ്ടടാ നിനക്കൊക്കെ. ഞങ്ങൾക്കും ഉണ്ടായിരുന്നടാ പേടി. കരഞ്ഞ് കാല് പിടിച്ചില്ലടാ നിന്റെയൊക്കെ. ഞങ്ങൾ ചെയ്തത് തെറ്റ് തന്നെ, അതിൽ കുറ്റബോധമുണ്ട്. അന്ന് നിങ്ങൾക്ക് പോലീസിനെ വിളിച്ച് വരുത്തിക്കൂടായിരുന്നു, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടുകാരെ വിളിച്ച് വരുത്തിക്കൂടായിരുന്നു. അന്ന് നിങ്ങൾ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ പെൺകുട്ടി ഇപ്പം എൻ്റെ കൂടെ കാണുമായിരുന്നടാ. മോനെടാ ചതിക്കലടാ, എൻ്റെ കല്യാണമൊക്കെ ആയതാടാ. നിന്റെയൊക്കെ ഈ പ്രകൃതിവിരുദ്ധ വീഡിയോ നാട്ടുകാരൊക്കെ ഒന്ന് കാണട്ടെ. നീ കെട്ടാൻ പോണ പെണ്ണുണ്ടല്ലോ, അവിടെ നിന്നെ കാക്കിച്ച് തുപ്പണം. നിന്റെയൊക്കെ ഭാര്യമാരും അമ്മമാരും നിന്നെയൊക്കെ കാണുമ്പം ചൂലെടുത്ത് ആട്ടണം. ചത്താലും മാറാത്ത മാനക്കേടുമായി നീയൊക്കെ നരകിച്ച് ചാവണം. പറ്റിപ്പോയടാ, വീഡിയോ ഔട്ടാക്കല്ലേടാ. അന്ന് ഞങ്ങൾ നിന്റെയൊക്കെ അടുത്ത് പറഞ്ഞല്ലേടാ വീഡിയോ അപ്ലോഡ് ചെയ്യില്ലേന്ന്. നീയൊന്നും കേട്ടില്ലല്ലോ. പകരം എന്നെ നീയൊക്കെ തല്ലി ചതച്ചില്ലേടാ. നീ വേണ്ടി തിരിച്ച് തല്ലിക്കോ? ഇനിയെങ്കിലും അത് ഡിലീറ്റ് ചെയ്യടാ പ്ലീസ്. അതെന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാടാ. ഇനിയുള്ള ദിവസങ്ങൾ നീയൊക്കെ പേടിച്ച് ജീവിക്കണം, നരയിക്കണം. ചാവണോ വേണ്ടോ സ്വയം തീരുമാനിച്ചോടാ പോയി പട്ടി. ഡിലീറ്റ് ചെയ്തിട്ട് പോടാ. ഓടാ പ്ലീസ് അപ്ലോഡ് ചെയ്യലടാ. പ്ലീസ് 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 ഓടാ. അളിയ വീഡിയോ അപ്ലോഡ് ചെയ്തോ? വേണ്ട. നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത അവന്മാരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസോടാ? അവന്മാർക്ക് ഇതിലും വലുത് വേറെ കിട്ടും. നീ നോക്കിക്കോ. നീ നമുക്ക് പോവാ. ഹലോ, എന്താ? നീ അറിഞ്ഞാടാ അമ്മനോട് ചാന്തോട്ട് ആത്മഹത്യ? എന്തിന്? അതിന് എയ്ഡ്സ് ആയതാ. എയ്ഡ്സ് നീ എന്ന് പറഞ്ഞില്ലേ അവന്മാർക്ക് ഇതിലും കൂടുതൽ വരുമെന്ന്? അവന്മാർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്തോ വരാനാടാ. നിന്റെ ആവണിയുടെ ആത്മാവ് നിന്റെ കൂടെ തന്നെ ഉണ്ടോ? അത് കളഞ്ഞിട്ട് പോടേ, അതിന്റെ ആവശ്യമൊന്നുമില്ല.